ഈ ക്രൈംസ് ഇൻക്രീസ് ചെയ്തു വരുന്നു. സ്ത്രീകളുടെ സുരക്ഷ വലിയ അപകടമുണ്ടെന്നുള്ള ഭീതി എനിക്ക് 100% വിശ്വാസമാണ്. നമ്മൾ സുരക്ഷിതരാണ്. പക്ഷെ ഇതെല്ലാം നമ്മുടെ സമൂഹം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ക്രൈംസ് നമ്മുടെ അഡ്വക്കേറ്റ് ഹിന്ദു എനിക്ക് അറിയാം, അടുത്തതില് നാട്ടിൽ ഒരുപാട് ക്രൈംസ് നടക്കുന്നുണ്ട്. അതിന്റെ 1% സ്ത്രീകൾക്കെതിരായുള്ള ചില ഇതാണ്. അപ്പൊ ആ ക്രൈമിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഈ സ്ത്രീകൾക്കെതിരായുള്ള അല്ലെങ്കിൽ സ്ത്രീ പീഡനത്തിനെ കണക്കാക്കാനുള്ളൂ. കുത്തി കൊല്ലുന്നവരുണ്ട്, കൈ വെട്ടുന്നവരുണ്ട്, കാൽ വെട്ടുന്നവരുണ്ട്, ഒരുപാട് പേര്. ഇത്തരം ആളുകളെയൊക്കെ ഒരു സൈക്കോപത്ത് അല്ലെങ്കിൽ 10% ആളുകൾ നോർമലായിരിക്കില്ല. നോർമലായിട്ടുള്ള 90% ആളുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ആ 90% ആൾക്കാരെ പോലും നമ്മൾ കുറച്ച് അബ്നോർമൽ ആക്കുന്നത് നമ്മളെ തന്നെ തെറ്റാണെന്ന് ഞാൻ പറയുള്ളൂ. ഒരു പെൺകുഞ്ഞ് പിറന്നു വീഴുമ്പോൾ നമുക്ക് ഏവർക്കും അതെ ഭംഗി കൊണ്ടും സൗന്ദര്യം കൊണ്ടും എല്ലാം കൊണ്ടും ഒരു പെൺകുട്ടികൾ വളരെ ഒരു കൗതുകമുള്ള ഒരു വസ്തുവായിട്ട് തോന്നും. ആ കുട്ടിയെ നമ്മൾ സ്കൂളിൽ അയക്കുമ്പോൾ ആ കുട്ടി എന്ത് ഡ്രസ്സ് അണിഞ്ഞുകൊണ്ട് പോകുന്നു എന്നുള്ള ഏത് മാതാവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ വെസ്റ്റേണൈസേഷൻ കണ്ടിട്ട് അവര് വളരെ മോഡസ്റ്റ് അല്ലാത്ത വേഷം ഇട്ടുകൊണ്ട് പെൺകുട്ടികൾ നിരത്തിലിറങ്ങുന്നു. അത് കൂടെയുള്ള ആൺകുട്ടികളെ പ്രചോദനം നൽകത്തേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളത് വളരെയധികം ശ്രദ്ധിക്കണം. പെൺകുട്ടികൾ എങ്ങനെ വേഷം ധരിച്ചു പോകുന്നു, അവര് ധൈര്യമായിട്ട് ഒരു ജനസമൂഹത്തിൽ ഒരു ജനക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് അവരെ നേരിടാൻ അവൾക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളതിനുള്ള ഒരു ശക്തി നമ്മൾ മാതാക്കൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ സഹോദരികൾക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും അവൾക്ക് എങ്ങനെ ഒരു സമൂഹത്തെ ഫേസ് ചെയ്യാൻ കഴിയും. ഒരു കൂട്ടം ആണുങ്ങളുടെ നിലക്ക് വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സ്ത്രീപീഡനത്തിന്റെ കഥകൾ കേൾക്കാറുണ്ട്. പക്ഷെ പല മേഖലകളിലും പല ഓഫീസുകളിലും ഞാൻ കടന്നു ചെല്ലുമ്പോൾ ശക്തരായ പല സ്ത്രീകളും ആ മേഖല ഭരിക്കുന്നതുണ്ട്. ഞങ്ങളുടെ തന്നെ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇതിന് തൊട്ട് മുമ്പുള്ള ഡോക്ടർ മീനു ഹരിഹരനായിരുന്നു ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. അവർക്ക് ബെസ്റ്റ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഇതിന് ബെസ്റ്റ് ഡോക്ടേഴ്സ് അവാർഡിന്റെ കൂടെ ഒരു പ്രൈസ് കിട്ടും. ഇതൊക്കെ സ്ത്രീയുടെ ശക്തിയാണ്. നമ്മൾ ക്ഷമയോടുകൂടെയും മറ്റുള്ളവരോടുള്ള വളരെ ദയവും കാണിക്കണം. അങ്ങനെ ബിഹേവ് ചെയ്താൽ നമുക്ക് ഒരു അപകടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അപകടങ്ങൾ എങ്ങനെ ഒഴിവാക്കാം? ഞാൻ ഈ കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തും ഒക്കെ ട്രാവൽ ചെയ്യാറുണ്ട്. ഒറ്റയ്ക്ക് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരിടത്തും ഒരു അപകടം സംഭവിച്ചിട്ടില്ല. നമുക്കറിയാം എവിടെ അപകടം പതിയിരിക്കുന്നു എന്നുള്ളത് അറിയാം. ശ്രീമാസാർ പറഞ്ഞ പോലെ 7 മണി കഴിഞ്ഞാൽ വൈഫിനെയും കൊണ്ട് ടൗണിൽ പോകാൻ പറ്റില്ല എന്നുള്ള ഒരു വസ്തുത അറിയാം. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഒരു അത്യാവശ്യമില്ലെങ്കിൽ നമ്മൾ 7 മണി കഴിഞ്ഞ് എന്തിന് പുറത്തിറങ്ങണം? അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. വളരെ ചുരുക്കം സമയങ്ങളെ മാത്രമേ ഉള്ളൂ നമ്മൾ അങ്ങനെയുള്ള ഒരു അപകട സ്ഥലത്ത് ചെന്നപ്പെടാൻ സാധ്യതയുള്ളത്. അപ്പോഴും നമ്മളെ രക്ഷിക്കാൻ ഒരുപാട് ഇതുണ്ട്. നമുക്കറിയാവുന്ന ആൾക്കാരുടെ ഫോൺ നമ്പർ കളക്ട് ചെയ്ത് വയ്ക്കുക. ഞാൻ ഈ കേരളത്തിൽ മുഴുവൻ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരാളാണ്. അർദ്ധരാത്രിക്കും ഡ്രൈവ് ചെയ്ത് പോകാറുണ്ട്. അപ്പൊ ഏത് സ്റ്റേഷനിലും എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ടിന്റെ നമ്പർ എന്റെ കയ്യിലുണ്ടാവും. വിളിച്ചാൽ ഒരു 5 മിനിറ്റിനകം എന്നെ വന്ന് രക്ഷിക്കാനുള്ള പ്രാപ്തിയുള്ള ആരെങ്കിലും കിട്ടാവുന്ന ഇതെനിക്ക് നല്ലപോലെ അറിയാം. ഇതൊക്കെ നമ്മൾ ബുദ്ധിപൂർവ്വം നമ്മളെ എങ്ങനെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഏത് തലത്തിലുള്ള ആൾക്കാരാണെങ്കിലും അത് പഠിച്ചിരിക്കും. നമുക്ക് കേരളത്തിൽ വളരെ നല്ലൊരു സംസ്കാരമുണ്ട്. നമ്മുടെ തിരുവിതാംകൂർ രാജ്ഞിമാര് നമുക്കറിയാം. അവര് വൊക്കാബുലറിയിലാണെങ്കിലും ഇംഗ്ലീഷ് പഠിത്തത്തിലാണെങ്കിലും പല ഭാഷകളും പഠിച്ചതാണ്. റാണി ലക്ഷ്മിബായി എന്ന് തുടങ്ങിയ രാജ്ഞിമാരെല്ലാം വളരെ ശക്തരും നല്ല ഔചിത്യവും ഒക്കെ ഉള്ള ആളുകളാണ്. അവരെല്ലാ സംരംഭത്തിലും നമ്മുടെ കൂടെ നിൽക്കുമായിരുന്നു. പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യം ചെയ്തിട്ടുള്ളവരാണ് നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാർ. അപ്പൊ അങ്ങനെ സ്ത്രീകൾ ശക്തരായ ഒരുപാട് സ്ത്രീകളുണ്ട്. ആ മാതൃകകൾ കണ്ട് നമ്മളെ സംരക്ഷിക്കാനും നമ്മൾ എങ്ങനെ വളരണം എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അത് സ്ത്രീയുടെ ആവശ്യമാണ്. സ്ത്രീകള് ഏതിപ്പോ കോളേജ് സ്റ്റുഡൻസ് കുറെ പേര് വരും മക്കൾ പറഞ്ഞിരുന്നു. ആരും വന്നിട്ടില്ല. എന്നാലും കോളേജിൽ പീഡിക്കോ ബിഎസ്സിക്കോ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ആഗ്രഹം എന്താന്ന് ചോദിച്ചാൽ ഒരു ഗ്രാജുവേഷൻ എടുക്കണം. അത് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെയായിരുന്നു. ഇപ്പൊ അത്രത്തോളം മോശമാണെന്ന് തോന്നുന്നില്ല. ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ വിവാഹം കഴിക്കണം, 2 കുട്ടികളാവണം. അതോടുകൂടെ അവളുടെ ഭാവി അഴകിരുക്കാത് അതിൽ ആണും പെണ്ണും ചേരാവിട്ട ആടിപ്പാടിച്ച് ജോലി സേവ ചെയ്താൽ അടുക്കിരുക്കാത് അതിൽ ആണും പെണ്ണും ചേരാവിട്ട അഴകിരുക്കാത്. അങ്ങനെ നമ്മള്
പുരുഷനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ആളുകൾ ഒരു വീട്ടിലെ കല്യാണം കഴിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ എല്ലാവരും അമ്മായിയമ്മ പോരെടുക്കും എന്നുള്ള ചിന്തയോടുകൂടെ ഒരു പെൺകുട്ടി എന്നും ആ വീട്ടിലിരുന്നു കഴിഞ്ഞാൽ എന്നും അമ്മായിയമ്മ പോലെ തന്നെയായിരിക്കും. അല്ല, ഭർത്താവ് എന്റെ മാത്രമാണ്, വേറെ അവരെ ആരും നോക്കരുത്, എന്റെ ബ്രദറിനെ നോക്കരുത്, അവരുടെ വീട്ടിലുള്ള ഒരാളെയും ശ്രദ്ധിക്കരുത്, അവരെ എല്ലാം അവഗണിച്ചുകൊണ്ട് എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനും അത് സമ്മതിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. പുരുഷനും സ്ത്രീയും രണ്ട് കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ്, രണ്ട് ചുറ്റുപാടുകളിൽ നിന്ന് വരുന്നവർ. അവര് രണ്ടുപേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകാൻ രണ്ടുപേരും ഈക്വലായിട്ട് ജോലി ചെയ്യണം. അപ്പോൾ മാഡം പറഞ്ഞ പോലെ ഒരു പത്രം എല്ലാം കൂടെ മേശപ്പുറത്ത് കൊണ്ടുപോയി ഷേവിംഗ് കൂടെ ചെയ്തു തരാൻ ആ ഒരു നിലപാട് നമ്മൾ എടുക്കരുത്. നമ്മള് വിദേശ രാജ്യങ്ങളിൽ നിന്ന് തെറ്റായ പല കാര്യങ്ങളും പകർത്തിയിട്ടുണ്ട്. പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ മിനി സ്കേർട്ട് ഇടുക, അല്ലെങ്കിൽ ഷോർട്ട് ടോപ്പ് ഇടുക, അതൊക്കെ നമ്മളെല്ലാം ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ അവരെങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറേ ഇല്ല. എന്റെ ഒരു കസിൻ ഈയിടെ അമേരിക്കയിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അവൻ പറയായിരുന്നു, എന്റെ അവിടെ ചെന്നിട്ട് നല്ല ഇതാണ്, എല്ലാം വീട്ടുജോലി മുഴുവൻ ഞാനാ ചെയ്യുന്നത്, വീട് തൂത്തു തുടയ്ക്കുന്നതും ആഹാരം പാകം ചെയ്യുന്നതും ജോലിക്ക് പോകുന്നതും വരുന്നതും എല്ലാം ഒറ്റയ്ക്കാണ്. അപ്പൊ അങ്ങനെ ഇതെല്ലാം ചെയ്യാൻ പ്രാപ്തനായ ഒരു പുരുഷനാണെങ്കിൽ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഭാര്യയെ 50% വീട്ടിലെ ജോലികളിൽ സഹായിക്കും. അപ്പൊ ഭാര്യ ഉദ്യോഗസ്ഥയാണെങ്കിലും രണ്ടുപേരും കൂടെ ഈ ജോലികളെല്ലാം തീർത്തിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. ആ ഒരു കൺസെപ്റ്റ് നമുക്ക് അത്യാവശ്യമായിട്ട് വരേണ്ടിയിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ അവരിൽ നിന്ന് പകർത്തണം. അതുപോലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ വേറെ എന്തെങ്കിലും ഒരു ജോലി, പാർട്ട് ടൈം ജോലിക്ക് പോയി പൈസ ഏൺ ചെയ്ത് അവരുടെ ഡ്രസ്സ് വാങ്ങിക്കാനോ ഫീസ് കൊടുക്കാനോ ചെയ്യും. ഇതൊന്നും ഒരു സംവിധാനം നമ്മുടെ ഇവിടെ ഇല്ല. പക്ഷെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്താണെങ്കിൽ ഒരു 10ാം ക്ലാസ് പാസ്സായാലും ഒരു ബാങ്കിൽ ജോലി കിട്ടും, അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ ഒരു നല്ല ജോലി കിട്ടും. ആ ഒരു സർക്കാർ ജോലിയിൽ നിന്ന് കഴിഞ്ഞാൽ വേറെ ഒരു മേഖല ഇല്ലായിരുന്നു ഞങ്ങൾക്കൊക്കെ. അല്ലെങ്കിൽ പിന്നെ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നവർ MBBS പോകും, എഞ്ചിനീയറിംഗിന് പോകും. ഇപ്പോഴത്തെ നമ്മുടെ സാമൂഹിക വ്യവസ്ഥ അങ്ങനെയല്ല. എന്ത് ജോലി ചെയ്തും നമ്മുടെ കേരളത്തിൽ ജീവിക്കാം. ഒരു വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും ചെറിയൊരു ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ചെറിയ ജോലി ചെയ്ത് ഏത് പെൺകുട്ടിക്കും ജീവിക്കാം. അവളുടെ ബാക്കിയുള്ള പ്രൊട്ടക്ഷൻ, അവൾ സ്വയം ഒരു വ്യക്തിത്വം വേണം സ്ത്രീക്ക്, അവനവന്റെ ഇൻഡിവിജ്വാലിറ്റി. ഇപ്പൊ ഞാൻ ഇന്നയാളുടെ ഭാര്യയാണെന്ന് അറിഞ്ഞാൽ പോരാ, ഞാൻ ഇന്ന ആളാണ്, ലതിക അല്ലെങ്കിൽ രേഖ, ഞാൻ രേഖയാണ്, ഞാൻ ഇന്നയാളുടെ ഭാര്യയാണ്, സുരേഷ് രേഖയാണ്, രേഖ സുരേഷ് അല്ല സുരേഷിന്റെ ഭാര്യ എന്നറിയപ്പെടാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. നമുക്ക് ഭർത്താവിനോടോ എല്ലാവരോടും നമുക്ക് റെസ്പെക്ട് വേണം, സ്നേഹം വേണം, എല്ലാം വേണം. പക്ഷെ നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റി നമ്മൾ പ്രൂവ് ചെയ്യണം. നമ്മൾ ഏത് മേഖല വർക്ക് ചെയ്യുക, ഒരു ചെറിയ തൊഴിലാണേലും ഏത് ഉന്നത പദവിയിലാണേലും അതിന്റെ മാക്സിമം ഇത് എത്താനായിട്ടുള്ള ശ്രമം നമ്മൾ ചെയ്യണം. ഒരു പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലി ആയി കഴിഞ്ഞാൽ അതോടുകൂടെ തീർന്നു, അതും പാടില്ല. അവിടെ ഇരുന്നുകൊണ്ട് കൂടുതൽ പഠിക്കാനും കൂടുതൽ ഉയർന്ന സ്ഥാനത്ത് വയ്ക്കാനും നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. സാധിക്കാത്ത ഒരു സ്ഥലമല്ല കേരളം. ഇത്രയും അഭ്യസ്ത വിദ്യരായ ആളുകളുള്ള ഒരു സ്ഥലം, പ്രത്യേകിച്ച് കോട്ടയം ലാൻഡ് ഓഫ് ലെറ്റേഴ്സ് ആണ്. അതുകൊണ്ട് ഇവിടുത്തെ സ്ത്രീകൾ വളരെ ധൈര്യമുള്ള ആൾക്കാരാണ്. കേരളത്തിലെ കോട്ടയത്തെ സ്ത്രീകൾ നല്ലപോലെ ജോലി ചെയ്യും, എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ വ്യക്തിത്വം കളഞ്ഞു കുളിക്കാതെ നമ്മൾ വളരെ ശക്തരാണ് എന്നുള്ള ആ ധൈര്യം അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഇവിടുത്തെ സ്ത്രീകൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നാണ് എന്റെ പ്രതീക്ഷ. അവനവന്റെ ശക്തി അറിഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ അധ്വാനിക്കണം. മടി പിടിച്ച് വീട്ടിലിരുന്ന ഒരു കാര്യവും നടക്കില്ല. പിന്നെ ഈ വീട്ടിലെ കഞ്ഞിയും കറിയും വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കൺസെപ്റ്റ് മാറ്റണം. എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് കൂടുതൽ വരുമാനം ഉണ്ടാക്കുക, സമൂഹത്തിൽ മറ്റുള്ളവരുമായി ഇടപെടുക. അപ്പോൾ നമ്മൾ പല മേഖലകളിലും ചെന്ന് പല ആളുകളെ മീറ്റ് ചെയ്യുന്നു. നമുക്ക് അവരെങ്ങനെ ജീവിക്കുന്നു, അവരുടെ ജീവിതം എങ്ങനെ, അവരെങ്ങനെ ഒരു പ്രശ്നത്തിനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് കണ്ട് മനസ്സിലാക്കി നമുക്കിതെല്ലാം മനസ്സിലാക്കി നല്ലൊരു ഭാവി നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഉണ്ടാകണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹവും എന്റെ അഭിപ്രായവും. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.